ഹേ ഗായ്സ്, ഇന്നൊരു കുക്കിംഗ് വ്ലോഗാണ്. താല്പര്യമില്ലാത്തവർ സ്കിപ്പ് കരോ. അങ്ങനെ പോയാൽ ശരിയല്ല, അവിടെ നിൽക്കുന്നേ, നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് പോവാം. രാവിലെ എണീറ്റപ്പോൾ നല്ല വിശപ്പ്. പി ജിയിലെ പോലെ ഭക്ഷണം ആരും ഇങ്ങോട്ട് കൊണ്ടു തരില്ലാത്തതുകൊണ്ട് ദോശ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാൻ പോയിട്ട് ദോശ മറിയത് പാസ്തയായി. എല്ലാവരും ഉണ്ട് കേട്ടോ. ദിവ്യാണ് ഇന്നത്തെ മെയിൻ ഷെഫ്. അപ്പോഴേക്കും നമ്മുടെ ഉണ്ണിമോൻ കുക്കർ കഴുകിയിട്ട് വന്നു കേട്ടോ. കുക്കർ അറ്റ ഉണ്ണി സ്പെഷ്യൽ മെൻഷൻ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? പാസ്ത. ആദ്യമേ തന്നെ നമ്മളതിലേക്ക് ബട്ടർ ഇടണം. ബട്ടർ ഇട്ട് കഴിയുമ്പോഴേക്കും സൈഡിലുള്ളവർ ഉള്ളിയും തക്കാളിയും എല്ലാം അരിഞ്ഞു കൊടുക്കുക. അവരതിട്ട് കടുക് വര. അപ്പോഴേക്കും നമുക്ക് മാറി നിന്നിട്ട് പാസ്ത കഴുകാം. റിസ്കി ഷോട്ട് കണ്ട് കുട്ടി ഞെട്ടിപ്പോയി. പിന്നെ പാസ്തയിലിടുക. അതിൽ നമ്മൾ കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇഷ്ടമുള്ള പൊടിയൊക്കെ ഇടുക. എന്നിട്ട് നമ്മൾ കുക്കറെടുത്ത് അടച്ചു വെക്കുക. വെള്ളം ഒഴിക്കണം കേട്ടോ അതിന് മുന്നേ. ഇത് ആർട്ടിസ്റ്റാണെന്നാണ് എൻ്റെ വലിയൊരു കണ്ടുപിടുത്തം. അപ്പോഴേക്കും നമ്മളുടെ ഭക്ഷണം റെഡി. വീഡിയോ പോലെ അത്ര സ്പീഡിലായില്ല. ഇതായിരുന്നു അന്താരാഷ്ട്ര കോമഡി. ഞാൻ പാല് സോസ് പാനി വരും എന്നോർത്തിരുന്നപ്പോൾ പാല് ഗ്ലാസ്സിൽ വന്നു. അങ്ങനെ നമ്മൾ പാൽ ചായയും പാസ്തയുമായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഉഷാറ് സാധനമായിരുന്നു കേട്ടോ. ദിവ്യ പൊളിച്ചു. അപ്പോഴേക്കും നമ്മളുടെ കുട്ടു ആൻഡ് കിട്ടു ഉറക്കം തെളിഞ്ഞെത്തി. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് സന്തോഷത്തോടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ കുട്ടുവിൻ്റെ ഫിസിക്സ് ക്ലാസ്. എന്തുകൊണ്ട് ചായ താഴെ വെക്കുമ്പോൾ തണുക്കുന്നു. അപ്പോഴേക്കും നമുക്ക് 2 അതിഥികളൂടെ വന്നു. ഞങ്ങൾക്ക് പാസ്ത ഇല്ലേ അടിയേ എന്ന് ചോദിച്ചിട്ട്. അതിനു മുന്നേ അവരുടെ തർക്കം തീരട്ടെന്നോർത്ത് നമ്മളും അവിടെ നിന്നു. നീ വഴി മാറടി എന്ന് പറഞ്ഞ് അവളും, നീ വഴി മാറടാന്നും പറഞ്ഞ് അവനും നിന്നു. അവനും അവളും മാറിപ്പോയി. ലാസ്റ്റ് അവർ തന്നെ ഒരു തീരുമാനത്തിലെത്തി. അവർ പോയി ഗൈസ്. അപ്പോൾ ഞാനും പോയി. ബായ്.